നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. 10 കോടി രൂപ മാനനഷ്ട കേസായിട്ട് അല്ലെങ്കിൽ മാനനഷ്ടത്തിന് നൽകണമെന്നാവശ്യപ്പെട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA അയച്ച വക്കീൽ നോട്ടീസിന് കോൺഗ്രസ് സഹയാത്രിക MA ഷഹനാസ് വളരെ പരിഹാസത്തോടുള്ള മറുപടി നൽകിയതൊക്കെ നമ്മൾ ഫേസ്ബുക്കിലൂടെ കണ്ടതാണ്. കഴിഞ്ഞ ദിവസവും സോഷ്യൽ മീഡിയയിലൂടെ ഷഹനാസ് നിർണായകമായ ചില പോസ്റ്റുകൾ പങ്കുവച്ചിരിക്കുകയാണ്. ആ പോസ്റ്റുകളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ആദ്യം തന്നെ പങ്കുവച്ചിരിക്കുന്നത് ഒരു വാലന്റൈൻസ് ഡേയുമായി ബന്ധപ്പെട്ടൊരു ഫേസ്ബുക്ക് പോസ്റ്റാണ്. അഡ്വാൻസ് ഹാപ്പി വാലന്റൈൻസ് ഡേ ഗൈസ്, ഓ പ്രിയേ എന്ന് പറഞ്ഞുകൊണ്ട് പൂക്കൾക്ക് നടുവിൽ നിൽക്കുന്ന ഷഹനാസ്, ആ ഒരു വീഡിയോ ആണ് ഷഹനാസ് പങ്കുവച്ചിരിക്കുന്നത്. മറ്റൊരു ഫേസ്ബുക്ക് പോസ്റ്റിൽ പങ്കുവച്ചിരിക്കുന്നത്, വീണ്ടും നീ കോമഡി കഥ ഇറക്കാതെടാ, ഞാൻ ഇവിടെ തന്നെ ഉണ്ട്, കോഴിക്കോട് എൻ്റെ നാട്ടിൽ, പറ്റുമെങ്കിൽ നീ ചെയ്ത് കാണിക്ക്, കേസ് കൊടുക്ക് പിള്ളേച്ച, MA ഷഹനാസ് എന്ന് പറഞ്ഞ് ഒരു വെല്ലുവിളി പോസ്റ്റാണ് നൽകിയിരിക്കുന്നത്. മാത്രമല്ല മറ്റൊരു പോസ്റ്റ്, ഇന്നലെ കടാപ്പുറത്ത് കുമിള വീർപ്പിച്ചെങ്കിൽ ഇന്ന് കാതുകുത്തലാണ് ഗൈസ്, കോഴിക്കോട് തന്നെ ഉണ്ട് എന്ന് പറഞ്ഞ് മറ്റൊരു പോസ്റ്റും പങ്കുവച്ചിട്ടുണ്ട്. എന്തായാലും ഇത്തരത്തിൽ ഈ പോസ്റ്റുകളെല്ലാം ഇതൊരു രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ മറുപടി ആയിട്ടാണ് പലപ്പോഴും ഈ പോസ്റ്റുകളെ വ്യാഖ്യാനിക്കപ്പെടുന്നത്. മാത്രമല്ല ഈ ഒരു രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വക്കീൽ നോട്ടീസ് അയച്ചതിന് പിന്നാലെ ആദ്യം തന്നെ പോസ്റ്റ് പങ്കുവച്ചത് ഇപ്രകാരമായിരുന്നു: എണ്ണിക്കൊണ്ടിരിക്കുന്നു കോടികളല്ല, പറന്നു പൊങ്ങി പൊട്ടിത്തകരുന്ന കുമിളകൾ, ഇന്നലെ നീ ആരായിരുന്നു, ഇന്ന് നീ ആരാണ്, ഒക്കെ പോട്ടെ, മറ്റന്നാൾ നീ ആരാണാവോ, എന്തൊക്കെയായിരുന്നു, വ്യാജക്കാടായിട്ട് വന്നപ്പോൾ തുടങ്ങിയ പെർഫോമൻസ് ആയിരുന്നു, എന്നിട്ടിപ്പോൾ എന്തായി, പവനായി ശവമായി, കോഴിക്കോട് ബീച്ചിൽ തന്നെ താനുണ്ട് എന്ന് പറഞ്ഞായിരുന്നു ആദ്യം. അതായത് ഈ വക്കീൽ നോട്ടീസ് വന്നതിന് പിന്നാലെയുള്ള ഷഹനാസിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലുള്ള ആദ്യ പ്രതികരണം ഇപ്രകാരമായിരുന്നു. പിന്നീട് തുടരെ ഇത്തരത്തിലുള്ള ഫേസ്ബുക്ക് പോസ്റ്റുകൾ ഇടുന്നുണ്ട്. ഇതൊക്കെ രാഹുലിനുള്ളൊരു മറുപടിയായിട്ട് വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ട്. എന്തായാലും വാർത്താ സമ്മേളനത്തിലൂടെ തന്നെ മോശക്കാരനാക്കി ചിത്രീകരിച്ചുവെന്ന് കാട്ടി 10 കോടി നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടായിരുന്നു രാഹുലിൻ്റെ വക്കീൽ നോട്ടീസ്. ഇതിനോട് കോഴിക്കോട് ബീച്ചിലിരുന്ന് ബബിൾസ് ഉണ്ടാക്കുന്ന വീഡിയോ പങ്കുവച്ചായിരുന്നു ഷാനവാസ് പരിഹസിച്ചത്. ആദ്യം എണ്ണിക്കൊണ്ടിരിക്കുന്നു കോടികളല്ല, പറന്നു പൊങ്ങി പൊട്ടിത്തകർന്ന കുമിളകൾ എന്ന് പറഞ്ഞായിരുന്നു അതിനുള്ള മറുപടി നൽകിയത്. ഫെബ്രുവരി 3 വക്കീൽ നോട്ടീസിന് ആസ്പദമായ ഷഹനാസിൻ്റെ വാർത്താ സമ്മേളനം. പണം നൽകിയാണ് ഒരു ചാനലിന് രാഹുൽ മാങ്കൂട്ടത്തിൽ അഭിമുഖം നൽകിയതെന്നുൾപ്പെടെ ഗുരുതര ആരോപണങ്ങളായിരുന്നു ഷഹനാസ് നടത്തിയത്. രാഹുൽ ലൈംഗിക വൈകൃതമുള്ളയാളാണെന്നും കോഴിയാണെന്നും പണ്ടേ അറിയാമായിരുന്നുവെന്നുമായിരുന്നു ഷഹനാസ് പറഞ്ഞത്. രാഹുലിനെ പരസ്യ സംവാദത്തിനും ഷഹനാസ് വെല്ലുവിളിച്ചു. ഓരോ സ്ത്രീയെയും എങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്യാമെന്ന് ഇയാൾക്കറിയാം. രാഹുലിനെ ആദ്യമേ മനസ്സിലാക്കിയത് കൊണ്ട് നിർത്തേണ്ടടുത്ത് നിർത്തിയെന്നും ഷഹനാസ് പറഞ്ഞിരുന്നു. മാത്രമല്ല ഈ 10 കോടി രൂപ നഷ്ടപരിഹാരമായിട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ ആവശ്യപ്പെട്ടത് തനിക്കല്ല, പകരം 100 പാവപ്പെട്ടവർക്ക് വീട് വെച്ച് കൊടുക്കുന്ന പദ്ധതി നടപ്പാക്കുന്നുണ്ടെന്നും നഷ്ടപരിഹാര തുക ഇതിനായി ചിലവഴിക്കുമെന്നുമായിരുന്നു വക്കീൽ നോട്ടീസിൽ പറഞ്ഞിരുന്നത്. ബലാത്സംഗ കേസിൽ ജാമ്യം കിട്ടി പുറത്തിറങ്ങിയ ശേഷം രാഹുൽ മാങ്കൂട്ടത്തിൽ MLA നടത്തിയ പരാമർശങ്ങളിൽ രൂക്ഷ പ്രതികരണമാണ് MA ഷഹനാസ് നടത്തിയത്. രാഹുലും താനുമായി ഒരു സൗഹൃദവും ഇല്ലെന്നും തമ്മിൽ ഒരു സെൽഫി പോലും എടുത്തിട്ടില്ലെന്നുമായിരുന്നു ഷഹനാസ് വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയത്. തനിക്കെതിരെ ആരോപണം ഉന്നയിച്ച ഷഹനാസ് ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൽ പങ്കെടുക്കാൻ അടക്കം തന്നെ ക്ഷണിച്ചിരുന്നു എന്ന രാഹുലിന്റെ പരാമർശം കള്ളമാണെന്നും അവർ കൂട്ടിച്ചേർത്തു. രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് കോഴിയെ തിരിച്ചറിയാൻ ഒരു സ്ത്രീക്ക് ബുദ്ധിമുട്ടുമില്ല, കാരണമെന്ന് പറഞ്ഞ് ലിറ്ററേച്ചർ ഫെസ്റ്റ് നടത്താൻ അവർ നിരന്തരം തന്നോട് അങ്ങോട്ട് ആവശ്യപ്പെടുകയായിരുന്നു. രാഹുൽ മാങ്കൂട്ടം ഒരു കോഴിയാണെന്ന് എനിക്ക് പണ്ടേ അറിയാം. രാഹുൽ ആരോപിച്ച വിഷയങ്ങളിൽ അഴിഞ്ഞു വീഴാനുള്ള ഒന്നും തനിക്കില്ല. രാഹുലിന്റെ മുഖത്ത് നോക്കി സംസാരിക്കാനുള്ള ആർജവം തനിക്കുണ്ട്. പരസ്യ സംവാദത്തിന് വെല്ലുവിളിക്കുകയാണ്. രാഹുലിന് തന്റെ മുന്നിലിരിക്കാൻ ധൈര്യമുണ്ടോ? രാഹുലിന്റെ വീട്ടിൽ വന്ന് സംസാരിക്കാൻ താൻ തയ്യാറാണെന്നും ഷഹനാസ് പറഞ്ഞു. രാഹുലിനെതിരെ ആദ്യ പരാതി വന്നപ്പോൾ മാനനഷ്ടത്തിന് കേസ് കൊടുക്കണമെന്ന് താൻ പറഞ്ഞിട്ടില്ല. തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിന് നിയമ നടപടിയെ ഭയക്കണമെന്നാണ് ചോദിച്ചത്. രാഹുൽ മാങ്കൂട്ടത്തും എന്ന കോഴിയെ നിർത്തേണ്ട സ്ഥലത്ത് നിർത്തിയിട്ടുള്ള വ്യക്തിയാണ് താനെന്നും തൻ്റെ ഫോൺ വെച്ച് ഏതു പരിശോധനകൾക്ക് തയ്യാറാണെന്നും ഷഹനാസ് വ്യക്തമാക്കിയിരുന്നു. രാഹുലിന് ധൈര്യമുണ്ടോ രാഹുലിൻ്റെ ഫോൺ കാണിക്കാൻ? നേരിട്ട് കാണണമെന്ന് പറഞ്ഞ് രാഹുൽ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്, കോഴിത്തരം കാണിച്ചിട്ടുണ്ട്. ധൈര്യമുണ്ടെങ്കിൽ രാഹുൽ സ്ക്രീൻഷോട്ടുകൾ പുറത്തുവിടട്ടെ. എൻ്റെ സോഷ്യൽ മീഡിയ സ്റ്റോറികൾക്ക് രാഹുൽ അയച്ച മറുപടിയിൽ ഇൻബോക്സിൽ കാണാവുന്നതാണെന്നും ഷഹനാസ് വെല്ലുവിളിച്ചു. താൻ സാരി ഉടുത്ത് ഇൻസ്റ്റഗ്രാമിലിട്ട ഫോട്ടോയ്ക്ക് കമൻറ്റ് ബോക്സിൽ വന്ന് രാഹുൽ മോശം മെസ്സേജ് അയച്ചിട്ടുണ്ടെന്നും ഷഹനാസ് പറഞ്ഞു. അതിന് നല്ല മറുപടി താൻ കൊടുത്തിട്ടുമുണ്ട്. തൻ്റെ ഫോൺ വർഷങ്ങളായി ഉപയോഗിക്കുന്നതാണ്, പരിശോധനയ്ക്ക് വിധേയമാക്കാൻ തയ്യാറാണ്. രാഹുൽ എന്ന കോഴി സുഹൃത്താണെന്ന് പറയുന്നത് എനിക്ക് നാണക്കേടുണ്ട്. എൻ്റെ സുഹൃത്തല്ല, രാഹുൽ പറയുന്നത് കള്ളം മാത്രമാണ്. താൻ ഇപ്പോഴും പാർട്ടിയുടെ ഭാഗമാണ്. തന്നോട് ഇപ്പോഴും ഒരു മുതിർന്ന നേതാവ് വിശദീകരണം ചോദിച്ചിട്ടില്ല. കുടുംബത്തിൽ ഒരാൾ തെറ്റ് ചെയ്താലും താൻ ഇരയ്ക്കൊപ്പമാകും നിലയുറപ്പിക്കുക. തുറന്നു പറയലുകൾ ഒരു അജണ്ടയുടെ ഭാഗമല്ല എന്നും ഷഹനാസ് വ്യക്തമാക്കിയതാണ്.
ഇതിനിടയിലാണ് രാഹുൽ മാങ്കുട്ടത്തിൽ MLA DGPക്ക് പരാതി നൽകിയത്. തനിക്കെതിരെ ഷഹനാസ് ഉയർത്തിയ ആരോപണം അടിസ്ഥാനരഹിതമാണെന്നും അവർക്കെതിരെ കേസെടുത്ത് പിന്നിൽ ഗൂഢാലോചന നടന്നു എന്ന് അന്വേഷിക്കണമെന്നുമായിരുന്നു രാഹുലിന്റെ ആവശ്യം. ഷഹനാസിന്റെ ആരോപണം അടിസ്ഥാനരഹിതമെന്ന് രാഹുലിന്റെ അഭിഭാഷകൻ ശേഖർജി തമ്പിയും വ്യക്തമാക്കിയിരുന്നു. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി വക്കീൽ നോട്ടീസ് അയക്കുമെന്നാണ് വ്യക്തമാക്കിയത്. അതിന് പിന്നാലെ വക്കീൽ നോട്ടീസ് അയക്കുകയും ചെയ്തു. മാനനഷ്ടത്തിന് കോടതി മുഖേന നിയമ നടപടി ഉണ്ടാകുമെന്നും അഭിഭാഷകൻ വ്യക്തമാക്കി. കർഷക സമരത്തിൽ പങ്കെടുക്കാൻ ഒപ്പം ക്ഷണിച്ചെന്നത് വസ്തുതാവിരുദ്ധമാണ്. സാരി ഉടുത്തതുമായി ബന്ധപ്പെട്ട് പറഞ്ഞു എന്ന കാര്യവും അടിസ്ഥാനരഹിതമാണെന്നും രാഹുൽ പരാതിയിൽ പറയുന്നുണ്ട്. വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ പറയുന്നു. മാത്രമല്ല ഷഹനാസിനെതിരെ കേസെടുക്കണം, ഗൂഢാലോചന നടന്നോ എന്ന് അന്വേഷിക്കണം എന്നതടക്കമുള്ള ആവശ്യമാണ് രാഹുൽ ഉന്നയിച്ചത്. ഷഹനാസിനെതിരെ കേസെടുക്കണം, ഷഹനാസിന്റെ ആരോപണങ്ങളിലെ ഗൂഢാലോചന അന്വേഷിക്കണം, ഗൂഢാലോചന നടത്തിയ മറ്റുള്ളവർക്കെതിരെ കേസെടുക്കണം, ഷഹനാസുമായി ബന്ധപ്പെട്ട ഡിജിറ്റൽ തെളിവുകൾ കണ്ടുകെട്ടണം, കൂടുതൽ അപകീർത്തികരമായ പരാമർശങ്ങൾ വരുന്നത് തടയണം എന്നിവയെ രാഹുൽ മാങ്കൂട്ടത്തിൽ പരാതിയിൽ ഉന്നയിച്ചിരുന്നു. എന്തായാലും ഗുരുതരമായ ആരോപണങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഷഹനാസ് ഉന്നയിക്കുന്നു. ഷഹനാസിനെതിരെ നിയമ നടപടിയുമായി രാഹുൽ മാങ്കൂട്ടത്തിൽ പോകുന്നു. ഈ ഒരു പോരാട്ടം ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല താൻ സമൂഹത്തിന് മുന്നിൽ പറയുന്ന കാര്യങ്ങളെക്കുറിച്ച് തനിക്ക് ഉത്തമമായ ധാരണയുണ്ട് എന്നാണ് ഷഹനാസ് വ്യക്തമാക്കുന്നത്. എല്ലാവർക്കുമെതിരെ പരാതിയുമായി പോകാൻ പറ്റുമോ? താൻ രാഹുലിനെതിരെ പാർട്ടിക്കുള്ളിൽ പോലും പരാതി നൽകിയിട്ടില്ല. രാഹുൽ ഡൽഹിയിലേക്ക് കർഷക സമരത്തിന് വിളിച്ചപ്പോൾ അതിനുള്ള മറുപടി താൻ നൽകിയതാണ്. ഓരോ സ്ത്രീയെയും എങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്യാമെന്ന് അറിയാവുന്ന ആളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. ഒരു കുടുംബത്തിലുണ്ടാകുന്ന പ്രശ്നമുണ്ടാകുമ്പോൾ അതിനിടയിൽ കയറി അത് തീർക്കാനെന്ന വ്യാജേന പോയി അവരുടെ ഭാര്യമാരെ ലൈംഗികമായി ചൂഷണം ചെയ്യുന്നു. അവരെ വിവാഹം ചെയ്യണമെങ്കിൽ, വീട്ടുകാരെ ബോധിപ്പിക്കണമെങ്കിൽ ഈ സ്ത്രീ ഗർഭിണിയാകേണ്ടതുണ്ടെന്ന് അവരോട് പറയുകയും പിന്നീട് ഗർഭചിത്രം ചെയ്യുകയും ചെയ്യുന്നു. അവനൊരു ഫാർമസി ഉണ്ടെന്നാണ് താൻ കേട്ടത്. കഴിഞ്ഞ ദിവസം രാഹുലിന്റെ വോയിസ് പുറത്തു വന്നു. തന്നെ തെറി വിളിക്കരുതെന്ന് ആ സ്ത്രീ പറയുന്നുണ്ട്. ഇതിനെ കൊല്ലാൻ എനിക്ക് എത്ര സമയം വേണമെന്ന് ഒരു മനുഷ്യൻ അദ്ദേഹത്തിന്റെ അധികാരം ഉപയോഗിച്ച് പറയുമ്പോൾ അതിനെതിരെ പ്രതികരിക്കാൻ ഉത്തരവാദിത്വ ബോധമുള്ള സ്ത്രീയാണ് താൻ. അത് ആരാണെങ്കിലും പ്രതികരിക്കും. രാഹുലിന് അറിയാൻ താൻ എഴുത്തുകാരിയാണെന്ന്. അതുകൊണ്ട് നിരന്തരം ഇങ്ങോട്ട് ആവശ്യപ്പെടുകയായിരുന്നു ലിറ്ററേച്ചർ ഫെസ്റ്റ് നടത്തണമെന്ന്. എന്തു പറഞ്ഞാൽ സ്ത്രീകളെ ട്രോമയിലാക്കാൻ പറ്റുമെന്നും രാഹുലിന് അറിയാം. താൻ ഇപ്പോഴും പരാതിയുമായിട്ടല്ല വന്നിട്ടുള്ളത്. ഇത് മുന്നേ പറഞ്ഞിരുന്നുവെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. പറഞ്ഞ ആളുടെ പേരും പറഞ്ഞിരുന്നു. ആ ആളും ഇതുവരെ അത് നിഷേധിച്ചിട്ടില്ല. ഞാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇരയല്ല. അവൻ ഏതാണെന്ന് ആദ്യം മുതൽ തിരിച്ചറിഞ്ഞത് കൊണ്ട് നിർത്തേണ്ടടുത്ത് നിർത്തി. ഈ വിഷയത്തെക്കുറിച്ച് കൃത്യമായ ധാരണ കോൺഗ്രസ് പാർട്ടിക്കുണ്ട്. ഇതേ ധാരണ KPCC അധ്യക്ഷനും പ്രതിപക്ഷ നേതാവ് VD സതീശനുമുണ്ട്. അല്ലാതെ എന്തെങ്കിലും പറയുന്നതോടെ രാഹുലിനെ പുറത്താക്കുന്നവരല്ല കോൺഗ്രസ് നേതൃത്വം. കൃത്യമായ തെളിവുണ്ട്. ലൈംഗിക വൈകൃതമുള്ള മനുഷ്യനാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. നിങ്ങൾ കൊണ്ടുപോയി ഡോക്ടറെ കാണിക്കുക. അധികാരവും പണവും ഉപയോഗിച്ച് ഒരു പക്ഷേ രാഹുലിനെ വെറുതെ വിടുമായിരിക്കും. യൂത്ത് കോൺഗ്രസിലും KSUവിലും പെൺകുട്ടികൾ വരണമെന്നുണ്ടെങ്കിൽ രാഹുലിനെ പോലുള്ളവരെ വയ്ക്കരുത് എന്ന് ഷാഫിയോട് താൻ അന്ന് പറഞ്ഞിരുന്നുവെന്നും MA ഷഹനാസ് വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും നിയമ പോരാട്ടം രണ്ടുപേരും തമ്മിലുള്ള പോരാട്ടം തുടരുകയാണ്. മാത്രമല്ല ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ഷഹനാസ് രാഹുലിനുള്ള മറുപടികൾ നൽകിക്കൊണ്ടിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.